ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തെറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറെ പേരുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ചെയ്തത് ശരിയാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇൻഡെക്സ് മാർക്ക് കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നവരും ഈ വീഡിയോ കാണണം, കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്നത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ മൂന്ന് സബ്ജക്ട്സിന്റെയും ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഫിസിക്സ് 120, കെമിസ്ട്രി 120, ബയോളജി 120 മാർക്കിനാണ് വരുന്നത്. അതിൽ PE മാർക്ക് എന്ന് പറയുന്നത്, ഒരു പ്രാക്ടിക്കൽ മാർക്ക് എന്ന് പറയുന്നത് 40 ആണ് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. അതായത് 40. CE മാർക്ക് 20, TE മാർക്ക് 49 ആണ് കിട്ടിയെന്ന് വിചാരിച്ചോളൂ. ഗ്രേസ് മാർക്ക് ഏതെങ്കിലും സബ്ജക്ട്സിന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. ഇനി കെമിസ്ട്രിയിൽ 120 ടോട്ടൽ മാർക്കിൽ PE മാർക്ക് 40, ദെൻ CE മാർക്ക് 20, ദെൻ TE മാർക്ക് 46 ആണ് കിട്ടിയെന്ന് വെച്ചോളൂ. ഇതിലൊരു 4 മാർക്ക് ഗ്രേസ് മാർക്ക് കിട്ടി എന്നുള്ളതും വിചാരിച്ചോളൂ. ദെൻ ബയോളജിയിൽ 120ൽ 40 മാർക്ക് PE ആയിട്ടും CE മാർക്കായിട്ട് 20യും ദെൻ TE മാർക്കായിട്ട് 57 ആണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഗ്രേസ് മാർക്കായിട്ട് ഒരു 2 മാർക്കും കൂടെ കിട്ടിയെന്ന് വിചാരിക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഫിസിക്സിന് അപ്പോൾ നമുക്ക് ടോട്ടൽ ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് ആഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന മാർക്ക് എന്ന് പറയുന്നത് 109 ആണ്, 109 ആണ്. ഇതിനെ ഡിവൈഡഡ് ബൈ 120 ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 90.83% ആണ്. അപ്പോൾ ഫിസിക്സിന്റെ പെർസെൻറ്റേജ് നമുക്ക് കിട്ടി 90.83% എന്ന് പറയുന്നത്. ദെൻ കെമിസ്ട്രിയുടെ ഇതുപോലെ തന്നെ ടോട്ടൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 110 മാർക്കാണ് വരുന്നത്. അതിനെ ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 91.16% ആണ് വരുന്നത്. അതുപോലെ തന്നെ ബയോളജിയും ടോട്ടലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 119 ആണ് കിട്ടുന്നത്. ഡിവൈഡഡ് ബൈ 120 ഇൻറ്റു 100 ചെയ്യുമ്പോൾ 99.16% ആണ് കിട്ടുന്നത്. അപ്പോൾ ഓരോ സബ്ജക്ട്സിന്റെയും ഈച്ച് ആയിട്ടുള്ള പെർസെൻറ്റേജസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ പെർസെൻറ്റേജസ് എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. അതായത് 90.83 പ്ലസ് 91.66 പ്ലസ് 99.16 ഇതേ ഡിവൈഡഡ് ബൈ ഇൻഡെക്സ് മാർക്കാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ 218.65% ആണ് വരുന്നത്. അതാണ് ടോട്ടൽ ഇൻഡെക്സ് മാർക്കായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഇതിനെ പെർസെൻറ്റേജിലോട്ട് മാറ്റാനായിട്ട് 281.65% ഡിവൈഡഡ് ബൈ 300 ഇൻറ്റു 100 ചെയ്യണം. അപ്പൊ നമുക്ക് ഈക്വലിറ്റി കിട്ടുന്നത് 93.883% എന്നുള്ളതാണ്. അപ്പൊ കുറേയൊക്കെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഒരുപാട് പേര് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തതും ഇതുപോലെയാണെന്ന് വിശ്വസിക്കുന്നു. കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്. പിന്നെ ഇൻഡെക്സ് മാർക്ക് ഇനിയും എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഇംപ്രൂവ്മെന്റും റീവാലുവേഷന്റെ ഒക്കെ മാർക്ക് വന്നത് കൊണ്ട് ഒന്നുകൂടി നിങ്ങൾ റീചെക്ക് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്ത് ഉറപ്പ് വരുത്തുക. നിങ്ങളുടെ LBSന് ഇപ്പോൾ നമുക്ക് ഓൾറെഡി ഈ ഇൻഡെക്സ് മാർക്കിന് പബ്ലിഷ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ഡിഫറൻസ് ഉള്ള കുട്ടികൾ, നിങ്ങൾക്കൊരു 0.2 ആണ് ഡിഫറൻസ് എങ്കിൽ പോലും നിങ്ങൾ മെയിൽ അയച്ച് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. കാരണം ആ ഒരു 0.2 വേണം നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇതൊന്ന് ഇൻഫർമേഷൻസ് ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.